അതൊരു വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ കാരണം എന്തായിരുന്നു എൻ്റെ അസുഖം, അല്ലെ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാനത് പറയണോ? അത് പറഞ്ഞ് ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഈ ദീപ്തി സീതത്തോട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന, അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു യൂട്യൂബറാണ് ദീപ്തി, അല്ലെ? യൂട്യൂബർ മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് പുള്ളിക്കാരി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അടുത്താണല്ലേ ദീപ്തിയുടെ സുഹൃത്തായിട്ടുള്ള കുഞ്ഞാവയുടെയും കല്യാണം കഴിയുന്നത്. ദീപ്തിയുടേത് രണ്ടാം വിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാലോ, അല്ലെ? ആദ്യ ഭർത്താവിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ട് ഒടുവിൽ ഡിവേഴ്സ് ആയതാണ് ദീപ്തി. അയാൾ മദ്യപിച്ച് വന്നു മറ്റുമൊക്കെ ദീപ്തിയെ ഉപദ്രവിക്കുമായിരുന്നു അത്ര. പക്ഷെ ഇന്ന് വരെ അയാളെ കുറിച്ചുള്ള യാതൊരുവിധ ഡീറ്റെയിൽസും ദീപ്തി പുറത്തു വിട്ടിട്ടില്ല. അയാളുടെ പേര് പോലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അയാളിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം പത്തനംതിട്ടയിലെ തന്റെ നാട്ടിലുള്ള ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ദീപ്തി. അങ്ങനെ അതിനിടയിൽ സുഹൃത്തായ കുഞ്ഞാവയുമായി വിവാഹം കഴിയുന്നു. ദീപ്തിയുടെ ഫാൻസ് ആഗ്രഹിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ അത്. ദീപ്തി കുഞ്ഞാവ കോമ്പോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ദീപ്തി ഒരു കുഞ്ഞിനൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. ദത്തെടുത്തതല്ല, ആ കുഞ്ഞിന്റെ അമ്മക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ദീപ്തി ഏറ്റെടുക്കുകയായിരുന്നു. ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അതിനിടയിൽ ഉണ്ടായിരുന്നു. നമ്മളെ മറ്റേ കമന്റോളി ചേച്ചിയുണ്ടല്ലോ, റാണി പി സദാശിവൻ, അവരായിരുന്നു അതിന്റെ എല്ലാം പിന്നിൽ. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. ദീപ്തി വളർത്തുന്ന കുഞ്ഞാവക്ക് അഭിഹിത ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണെന്ന് വരെ അവർ പറഞ്ഞു പരുത്തി. എന്തായാലും റാണി ചേച്ചി പിന്നീട് എക്സ്പോസ്ഡ് ആയി. ദീപ്തി ആണെങ്കിൽ പിന്നീട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞാവയുടെ നാടായിട്ടുള്ള വയനാട്ടിലേക്ക് പോയി. അവർ രണ്ടാളും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ദീപ്തിക്ക് ഒരു അസുഖം വന്നത്. ദീപ്തിയുടെ ചാനൽ ഏകദേശം 2 ആഴ്ച മുമ്പ് തൊട്ടുള്ള വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം പഴയ വീഡിയോകളായിരുന്നു. മുമ്പ് എടുത്തു വെച്ച വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയതാണ്. ഒരു തംബ്നെയിൽ ഞാൻ കാണിച്ചുതരാം. ഈ തംബ്നെയിൽ തന്നെ നോക്കൂ. അസുഖം വരുന്നതിന് മുമ്പ് പോയ യാത്രയാണെന്നാണ് ദീപ്തി പറയുന്നത്. അങ്ങനെ ദീപ്തിക്ക് എന്തോ വയ്യായിക വന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ എന്താണ് അസുഖം എന്ന് മാത്രം ആർക്കും അറിയില്ല. ദീപ്തി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എവിടെയും പറഞ്ഞതുമില്ല. വീഡിയോസ് ഒക്കെ പഴയതാണെങ്കിലും എന്നും മുടങ്ങാതെ ചാനൽ വരുന്നുമുണ്ട്. അതിനിടയിൽ 4 ദിവസം മുമ്പ് ദീപ്തി യൂട്യൂബ് ചാനൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അത് ഞാൻ വായിച്ചുതരാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. വേണമെങ്കിൽ നിങ്ങളോടെല്ലാം മറച്ചു വെക്കാം. നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ് അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരാറുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ട്. എന്റെ തുറന്നു പറച്ചിലിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും. ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്നും അറിയില്ല. കുഞ്ഞാവ് ചിലപ്പോൾ തിരികെ പോകും. ഫോൺ ഞാൻ കൊടുത്തുവിടും. പ്രാർത്ഥനയിൽ ഓർക്കുക. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വീട്ടുകാരെ വിളിച്ചു ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളതുപോലെ ഇടാം എന്ന് സ്വന്തം ദീപ്തി. ഈ പോസ്റ്റ് കണ്ടതോടെ ദീപ്തിയുടെ ഫാൻസ് ആകെ ആശങ്കയിലായി. അവിടെ ഇവിടെയും തൊടാതെയാണല്ലോ ദീപ്തി കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപാട് പേര് ആശങ്ക അറിയിച്ചുകൊണ്ട് കമന്റ്സ് ഇട്ടിരുന്നു. 1-2 കമന്റ്സ് ഞാൻ വായിച്ചുതരാം. എന്താ കാര്യം എന്ന് ചെറിയ സൂചന പോലും തരാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഇവിടെ ഉള്ള ആളുകൾ എന്തോരം ടെൻഷൻ അടിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെ എവിടെയും തൊടാതെ ഒരു പോസ്റ്റ് ഇടാതിരിക്കുക. എത്ര ആളുകൾ ആണ് ഇതിൽ ടെൻഷനായി കമന്റ് ഇട്ടേക്കുന്നത്. ഒന്നുകിൽ ഈ പോസ്റ്റ് ഇടാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് സൂചിപ്പിക്കാമായിരുന്നെങ്കിലും ചെയ്യാമായിരുന്നു. ദീപ്തിയുടെ മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ ആയോ? കാര്യം അറിഞ്ഞവരെക്കാൾ അറിയാത്തവരായിരിക്കും കൂടുതൽ. പോസ്റ്റ് കണ്ടതിൽ പിന്നെ ആദ്യമായി. കാര്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ പോകുന്ന കമന്റുകൾ. ആളുകൾ പറയുന്നതിലും കാര്യമുണ്ട്. ഭയങ്കര നിഗൂഢത നിറഞ്ഞൊരു പോസ്റ്റ് ആയിരുന്നല്ലോ ദീപ്തി ഷെയർ ചെയ്തത്. എന്റെ ഈ തുറന്നു പറച്ചൽ കാരണം എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റിൽ. ഇതൊക്കെ വായിക്കുമ്പോൾ ആർക്കായാലും ആശങ്ക തോന്നും, സ്വാഭാവികം. എന്തായാലും ഫാൻസിന് ആശങ്ക ഒക്കെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ദീപ്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ദീപ്തി രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ മനസ്സിലാകുമായിരിക്കും എന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഉഷയമ്മയുടെ വീട്ടിലാണ്, വയനാട്ടില്. അതായത് നമ്മുടെ ചെറിയച്ഛൻ കുഞ്ഞാവയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെ അച്ഛൻ്റെ കണ്ണാപ്പിയുടെ വീട്ടില്. കണ്ണാപ്പി ഇപ്പൊ സീതത്തോടുണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടെയുണ്ട്. അങ്ങനെ നീണ്ട 16 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം, അതായത് 2 ആശുപത്രികളിലായിട്ട് 16 ദിവസത്തെ ആശുപത്രിവാസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി. അസുഖത്തിന്റെ കാരണം കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ഇനി ഫിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അപ്പൊ അപസ്മാര സംബന്ധമായ എന്തോ അസുഖമാണ് ദീപ്തിയെ ബാധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? ഇനി ഫിക്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസുഖത്തിന്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചു എന്നും ദീപ്തി പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യത്തിൽ നേരത്തെ പോസ്റ്റിട്ട സമയത്തും ഇതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. തന്റെ അസുഖത്തെ കുറിച്ച് പറയണമോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ അത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സസ്പെൻസ് ഇട്ട് ആളെ കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെങ്കിൽ പറയുക, അല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുക. ഈ വീഡിയോയിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ദീപ്തി പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പറയാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മേ ബി കുറച്ച് സമയം വേണമായിരിക്കും, അതുകൊണ്ടാവാം. എന്തായാലും ബാക്കിയൂടി കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും.
അതൊരു വലിയൊരു എന്താ പറയുക വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ കാരണം എന്തായിരുന്നു എൻ്റെ അസുഖം, അല്ലെ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാനത് പറയണോ? അത് പറഞ്ഞ് ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ കുറേ പേര് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടാവും. അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അസുഖത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന സമാനം അസുഖമുള്ള കുറെ ആളുകൾ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യം? അങ്ങോട്ട് തുറന്നു പറയണം. ദീപ്തിയിൽ നിന്നും എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെ നെഗറ്റീവ് വന്നാലും ഒരുപാട് പേരുടെ അസുഖം മാറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തുറന്നു പറയുക എന്നതല്ല അതിന്റെ ശരി. ദീപ്തിക്ക് അത് ആരും ഇപ്പൊ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം അസുഖത്തെ കുറിച്ച് പറഞ്ഞാൽ എന്ത് നെഗറ്റീവ് വരുമെന്നാണ് ദീപ്തി ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഒന്നിലും ഒരു വ്യക്തത ഇല്ല. എന്തിനാണ് ഇങ്ങനെ സസ്പെൻസ് ഇടേണ്ട ആവശ്യം? ഇങ്ങനെ സാധാ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന യൂട്യൂബർമാരുടെ ലെവലിലേക്ക് ദീപ്തി താഴരുത്. എന്റെ തുറന്നു പറച്ചിൽ കാരണം എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് എന്ന് പോസ്റ്റിൽ എഴുതിയ ആളല്ലേ. അതൊക്കെ വായിച്ചിട്ട് എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഈ അസുഖത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിൽ തന്നെയല്ലേ ദീപ്തി ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ് ദീപ്തി അസുഖത്തെ കുറിച്ച് പറഞ്ഞാൽ ആളുകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് പേടിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് ദീപ്തി പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. ചിലപ്പോൾ തെറ്റാം. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. അതിനു മുമ്പ് ദീപ്തി പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. എൻ്റെ ബെറ്റർ ഹാഫിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാവ പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ പറയുക, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം, പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവായിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ലൈഫിൽ. കമന്റിൽ ഞാൻ കണ്ടു, ഇതൊന്നും എനിക്ക് അറിയാൻ വയ്യാത്തല്ല, നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട്, എപ്പോൾ ഉണരണം, എന്ത് ചെയ്യണം, എങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെന്നുള്ള വ്യക്തമായ ഒരു നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാ, എല്ലാവർക്കും ഉള്ളതാ. അത് ഞാൻ മനഃപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ്. അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല, ഞാൻ സമയത്ത് ഉണരുന്നില്ല, സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു, കാട്ടിക്കൂടെ നടക്കുന്നു, ആറ്റിക്കൂടെ നടക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു. പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല. വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കം ഉളച്ചിരിക്കത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കമില്ലാതെ ഇരിക്കത്തില്ലല്ലോ. എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ചിലർക്കത് ജെന്യുവനായിട്ട് തോന്നും, ചിലർക്കത് അയ്യേ ഇത്രേ ഉള്ളോ എന്ന് തോന്നും. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അതായത് ദീപ്തിക്ക് അസുഖം ഒരുപാട് കാലമായിട്ട് ഉള്ളതാണ്. അത് ദീപ്തി തന്നെ പറയുന്നുമുണ്ട്. ആദ്യ കാലം തൊട്ട് ദീപ്തിയെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ ദീപ്തിയുടെ അസുഖത്തെ കുറിച്ച് അറിയുന്നുണ്ടാകും. എന്തായാലും തനിക്ക് ഫിറ്റ്സ് അഥവാ അപസ്മാരം വന്നു എന്ന് ദീപ്തി തന്നെ പറയുന്നുണ്ടല്ലോ. യൂട്യൂബിൽ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി ദീപ്തി എപ്പോഴും ബിസിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ദീപ്തിയുടെ റൂട്ടീനൊക്കെ തെറ്റിക്കെടുക്കുകയായിരുന്നു. സമയത്ത് ഉറക്കമില്ല, ഭക്ഷണമില്ല. ഒരുവിധ യൂട്യൂബേഴ്സിനൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആകും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്യൂബിന് പുറമെ 9 to 6 വരുന്ന ഓഫീസ് ജോബ് ഉണ്ട്. അതിനുശേഷമാണ് യൂട്യൂബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ. കണ്ടന്റ് കണ്ടെത്തണം, അതിനെക്കുറിച്ച് പഠിക്കണം, സ്ക്രിപ്റ്റ് എഴുതണം, ഷൂട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഇഷ്ടംപോലെ പണികളുണ്ട്. ഊണും ഉറക്കവും ഒക്കെ കണക്ക് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ആയി തോന്നിയിട്ടില്ല. ദീപ്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അപസ്മാര സംബന്ധമായ അസുഖമുള്ള ഒരാൾ ഒരിക്കലും അതികഠിനമായ രീതിയിൽ നമ്മുടെ ദിനചര്യകൾ തെറ്റിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഉറക്കം വിളക്കുന്നൊക്കെ സീനാണ്. അത് അസുഖത്തെ കൂടുതൽ വഷളാക്കും. ദീപ്തിയുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അസുഖം ഉണ്ടായിട്ടും എന്തിനാണ് ഉറക്കം മുക്കി കളഞ്ഞ് വെറുതെ സീനാക്കുന്നത് എന്ന് ആളുകൾ വഴക്ക് പറഞ്ഞാലോ എന്നതായിരിക്കണം. അസുഖത്തെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലുള്ളത് കൊണ്ട് ദീപ്തി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ആളുകൾക്ക് ദീപ്തി ഒരുപാട് ഇഷ്ടമാണ്. ഈ കാര്യമൊക്കെ പറയുമ്പോൾ സ്നേഹത്തോടെ ശാസിക്കുമെന്നല്ലാതെ ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല. അത് വിചാരിച്ച് ദീപ്തി പേടിക്കണ്ട. പിന്നെ ദീപ്തി തന്നെ പറഞ്ഞല്ലോ തന്റെ തുറന്നു പറച്ചിൽ ഒരുപാട് പേർക്ക് സഹായമാകുമെന്ന്. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കേണ്ടെന്ന്. എന്തായാലും ഈ അസുഖമായി കിടക്കുന്ന സമയത്ത് എക്സ് ഹസ്ബൻഡ് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയതിനെ കുറിച്ച് ദീപ്തി പറയുന്നുണ്ട്. അതും കൂടി കേട്ട് നിർത്താം. ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് എൻ്റെ ഞാൻ പറയൂല, കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് അദ്ദേഹം, അതായത് എക്സ് ഹസ്ബൻഡ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയണോ വേണ്ടേന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും കേൾക്കാനോ പറയാനോ ഒന്നുമില്ല. ഫോൺ ഞാൻ കുഞ്ഞാവയുടെ കൊടുത്തു. കുഞ്ഞാവയാണ് സംസാരിച്ചത്. അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല. അവൻ എന്നോട് അറിയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയേ വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു. കുഞ്ഞാവയും പലതവണ പറയുന്നത് കേട്ടു, വിളിക്കേണ്ട, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയെയോ താങ്കൾക്ക് ഒരല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ശകലം ഭാവി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ താങ്കളുടെ ഫേസോ താങ്കളെ പറ്റിയിട്ടുള്ള ഐഡന്റിറ്റി എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോൾ വളരെ സന്തോഷവും സമാധാനവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് എനിക്കുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്. അവർക്ക് അറിയാം
പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. അവിടെ അതിനിടയ്ക്ക് വന്ന് എന്തെല്ലാം പാര വെക്കാനോ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നേടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെയാ, ഒന്നും ഏക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞാവയുടെ അടുത്ത് ഒന്നും ഏക്കാൻ പോകുന്നില്ല. ഓക്കെ, എക്സസ്മെന്റ് കിട്ടിയ ചാൻസിന് നൈസായിട്ട് നന്നായി മുതലാക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. ദീപ്തിയുടെ കുടുംബം കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ദീപ്തിയുടെയും കുഞ്ഞാവയുടെയും അടുത്ത് വില പോയില്ലെന്ന് മാത്രം. ഇനിയിപ്പോ ദീപ്തിയുടെ അസുഖവും എക്സസ്മെന്റിന്റെ ടോക്സിക് ബിഹേവിയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്റെ തുറന്നു പറച്ചിൽ കൊണ്ട് എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞത് എക്സസ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് വൈകാതെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ദീപ്തി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.